നമസ്കാരം. എല്ലാവർക്കും മൊയ്തീൻ ഷായുടെയും ഷാവിഷിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആദ്യമായിട്ട് മുസ്ലിം ലീഗ് എം പിയും സുപ്രസിദ്ധ വാഗ്മിയുമായ ശ്രീ സമദാനി അവരുകളോട് ഇത് കേൾക്കുന്ന ആരെങ്കിലും കൂടി അദ്ദേഹത്തോട് അത് അറിയിക്കണം. തെറ്റൊന്നുമില്ല. ഈ പരിശുദ്ധ റസൂൽ എന്ന പ്രയോഗം മാറ്റി പുണ്യ റസൂൽ എന്നാക്കുന്നതല്ലേ നല്ലത്. പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ പരിശുദ്ധ റസൂലും വിശുദ്ധ റസൂലും ഒക്കെയാണ്. അതിനൊക്കെ നല്ലത് പുണ്യ റസൂൽ. അവർ ഹോളി മക്കയുണ്ട്, സെയിൻ മക്കയുണ്ട്. ഏതായാലും അർത്ഥം ഒന്നാണ്. ഹോളി മക്ക, വിശുദ്ധ മക്ക, സെയിൻറ്റ് മക്ക, വിശുദ്ധ മക്ക. പക്ഷേ മുസ്ലിങ്ങളായതുകൊണ്ട് ഹോളി മക്ക എന്ന പ്രയോഗം കൂടുതലല്ല, സെയിൻറ്റിനേക്കാൾ നല്ല ഹോളി എന്നാണ്. അപ്പോൾ അതൊന്നും അദ്ദേഹത്തെ ഉപദേശിക്കല്ല, അതൊന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും. മറ്റൊന്ന് ഈശ്വര വാര്യരുടെ മകൻ രാജനെ ഉരുട്ടിക്കൊന്ന കേസ്. അതിനുള്ള മുഖ്യമന്ത്രി കരുണാകരൻ രാജിവെച്ചത് മാർച്ച് 1 തീയതിയായിരുന്നു എൻ്റെ ഡേറ്റ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പാവം ഈശ്വര വാര്യർ അഡ്വക്കേറ്റ് മറ്റുമായിരുന്നു. അദ്ദേഹം വലിയ സമ്പന്നല്ല. അദ്ദേഹത്തോടൊപ്പം ഓട്ടോമൊബൈൽ ബിസിനസ്സിൽ കോടികൾ ആസ്തിയുള്ള ഒരു മുതലാളിയുടെ മകനുണ്ടായിരുന്നു. അന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. അന്ന് എൻ്റെ അറിവ് TH മുസ്തഫ സാഹിബാണ് DCC പ്രസിഡന്റ്. അന്ന് SP-മാരൊക്കെ അദ്ദേഹത്തെ വീട്ടിൽ വന്ന് തൊഴുത് കുരിഞ്ഞെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ സങ്കടം തോന്നും. ഒരു SP എന്നൊക്കെ പറഞ്ഞാലേ TH മുസ്തഫ സാഹിബിന് DCC പ്രസിഡന്റ് ആകാം, പക്ഷെ ഒരു SP ആകാൻ പറ്റില്ല. മുസ്തഫ സാഹിബല്ല, B ഏതായാലും അങ്ങനെയുള്ള DCC പ്രസിഡന്റ് മുമ്പിൽ വന്നിട്ട് ഓച്ചാൻ സാറേ എന്താ ചെയ്യേണ്ടതൊക്കെ ചോദിക്കും. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് കോൺഗ്രസ്സിലാണ്. എനിക്ക് പോലും ലജ്ജയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അവസാനം ഫിയറ്റ് കാർ മാറിയെന്ന് ഇറങ്ങിയിട്ടില്ല. ഫിയറ്റ് കാറിൽ എൻ്റെ പുറകിൽ ചാക്കിൽ നോട്ട് ഇട്ടിട്ടുണ്ട്. അന്നത്തെ അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെടുത്ത് വണ്ടി കൊണ്ടിട്ട് പറഞ്ഞ്, സാർ എൻ്റെ കാറിൻ്റെ ഡിക്കടക്കിൽ എത്ര രൂപയും കിടപ്പുള്ള ചാക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്താൽ, പക്ഷേ എൻ്റെ മകനെ വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ള കാശെടുത്ത് മുഴുവൻ എടുത്ത് മകനോണ്ട് പോന്നു. പാവം ഈശ്വര വാര്യർക്ക് അതിനുള്ള കഴിവുണ്ടായില്ല. ആ ഈശ്വര വാര്യർ മകനെ ഉരുട്ടിക്കൊന്ന് സംഭവബഹുലമായ സംഭവമാണ്. ആ ഈശ്വര വാര്യർ കരഞ്ഞ് കണ്ണ് വറ്റി എത്ര കഷ്ടപ്പെട്ട ആ മനുഷ്യൻ ജീവിച്ചത്. അത് സത്യമാണെങ്കിൽ നിലനിൽക്കും. കരുണാകർജി അതുപോലെ പുത്രദുഃഖം കൊണ്ട് തന്നെ മരിച്ചത്, മകനെ ഓർത്ത്. അപ്പോൾ ചതിയൊരു വിധിയല്ല എന്ന് മനസ്സിലാക്കും. ആ പയ്യൻ ഒരു പാട്ടുപാടി. ആ പയ്യനെ അന്വേഷിച്ച് വന്നത് ഈ രാജനല്ല, വേറെ രാജനാണ്. പക്ഷെ പാട്ടുപാടിയൻ്റെ പേരിൽ ഒന്ന് മുഖമായിട്ട് പറഞ്ഞുകൊണ്ട്. മറ്റൊന്ന്, ഇന്നിപ്പോൾ കാമുകനെയും ഭാര്യയും കൊന്ന് ഇയാൾ ജയിലിലാകുമ്പോൾ ഞാൻ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുമോ, ഇനിയുള്ള ആർക്കെങ്കിലും ഒരുത്തൻ തൻ്റെ ഭാര്യ മറ്റൊരു ഇഷ്ടമാണ് ഇറക്കി വിട്ടേക്കണം. ഇതിപ്പോൾ എന്താ, ആരും മക്കളും അതിന് വരാതെ ഇയാൾ കുടുംബം നശിച്ച് ഇനി ലോകമുള്ള കാലം ഒരു കൊലപാതകയുടെ കുടുംബം എന്നറിയില്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ സംശയം തോന്നേ, മോളെ നിൻ്റെ വഴി നോക്കിയോ, അവനെ കൂടെ വിട്ടേക്കണം, അല്ലെങ്കിൽ ഇറക്കി വിട്ടേക്കണം. ഇതിപ്പോൾ ഇയാളൊന്നും ജീവിതത്തിൽ കഷ്ടമില്ല, മക്കളും കഷ്ടത്തിലായില്ലേ. മറ്റൊന്നും 2 കുട്ടികളെ കൊന്നുകൊണ്ട് അമ്മയും ചത്ത്. ആ ഭർത്താവിൻ്റെ അനുജൻ എന്ന് പറയുന്ന ഒരു പാതിരിയും ഒരു മന്ത്രിയുടെ പേരിൽ വരുന്നുണ്ട്. എന്തുമാത്രം ശരിയെന്ന് അറിയില്ല, അത് ഞാൻ പേര് വരുന്നില്ല. എവിടെ പോയി നമ്മുടെ സംസ്കാരം? എന്താണ് അത്? അതേ പാതിരി പറഞ്ഞ് നിങ്ങൾ കുർബാന കൊള്ളണം, കൈക്കൊള്ളണം. കുർബാനില്ല നമ്മുടെ ചോദ്യം ഉണ്ടല്ലോ, അത് എന്താണ് പേര്, അത് കൈക്കൊള്ളുമ്പോൾ എന്താ പറ്റുന്നറിയോ? ഇവള് ആടിയിൽ കൂടെ പോയിട്ട് സ്വാഭാവികം പറയൂല. അതാണല്ലോ പിന്നെ ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ പേരിൽ നാളെ ചെല്ലാം. ഐഡിയ കൊള്ളാമല്ല. ഇന്ന് നെഹ്റു പറഞ്ഞില്ലേ, ഐഡിയ ഇസ് ഗുഡ് ബട്ട് ലെഗ് ഇസ് മൈൻ എന്ന് പറയുമ്പോൾ ഈടോ ഫാദർ, നിങ്ങൾക്ക് കഴപ്പുണ്ട് ഈ കല്യാണം കഴിച്ച് നടക്കാൻ പാടില്ലേ ഇങ്ങനെ വളഞ്ഞ മാർഗം സ്വീകരിക്കുന്നത്? ആ 2 കുഞ്ഞു മക്കളുടെ മുഖം നോക്കിയാൽ ആ സ്ത്രീയെ നിങ്ങൾ തകർത്ത് കളഞ്ഞല്ലേ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രായപൂർത്തിയ പെൺകുട്ടികൾ, കൊച്ചുകുട്ടികളല്ലോ. 2 മക്കളെ കൊണ്ട് ഫാദറാണ്, അതിൽ ഔലിയാണ്, അല്ലെങ്കിൽ താങ്കളാണ്, അല്ലെങ്കിൽ പുരോഹിതനാണ്, സ്വാമിമാരാണ്. അവരൊക്കെ ആദ്യമായിട്ട് വെടിവെച്ച് കൊല്ലണം. അത് ഏത് സമുദായത്തിലെ ഇതാണെങ്കിലും. ഇന്നൊരു ആൾ ദൈവം പറഞ്ഞു കേട്ട് കൊടിമരത്തിൽ, അത് മുസ്ലിം ആൾ ദൈവമാണ്, കൊടിമരത്തിൽ ദിവ്യത്വമുണ്ട്.
ഈടോ മനുഷ്യ, നീ ഈ പാവപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങൾക്ക് മണ്ടനാക്കാൻ പറ്റുള്ളൂ. കൊടിമയത്തിൽ എവിടെയോടോ ദിവ്യത്തിരിക്കുന്നത്? ഒരു ഇരുമ്പ് കല്ലയിൽ ദിവ്യത്തുണ്ട്. അവിടെ ഉണ്ട് കാക്ക പന്തിരുന്നു. ചാനൽ പറയാണ് കാക്ക പന്തിരുന്നു. അപ്പോൾ എന്താണ് ഈ ഹൈദ് എന്ന് പറഞ്ഞാൽ മെൻസായ സ്ത്രീകൾ അത് തൊടും, അശുദ്ധമാകും. അത് മുന്നറിയിപ്പ് എന്നാണ്. ദൈവം എനിക്ക് പ്രത്യേക കഴിവ് വന്നിട്ട് കാക്ക വന്ന മുന്നറിയിപ്പ് എന്നാണ്. അങ്ങനെ ഒരു കിണർ പോലെ ചുറ്റിക്കെട്ടിയതൊക്കെ. ഈടോ ഇതിനൊക്കെ നല്ല നിങ്ങൾക്ക് തെണ്ടി ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തൻ്റെയൊക്കെ 2 കിഡ്നികൾ വിറ്റുണ്ട്. ഈ കള്ള ഔലിയാക്കോട് പറയാണ് 2 കിഡ്നി വിറ്റ് 1 കോടി രൂപ വാങ്ങിച്ച് ജീവിക്കാൻ പാടില്ല ഈ പാവപ്പെട്ടവന്. ഇവിടെ ഞാൻ നിങ്ങൾ ആൾ ദൈവത്തെ ഞാൻ വെല്ലുവിളിക്കുക. പരിശുദ്ധ റമളാൻ മാസം ആൾ ദൈവം താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. താങ്കളൊന്നും അല്ലെന്നാണ്. ഞാൻ 1 രൂപ തൊട്ടൂടെ വയ്ക്കും. അത് നിങ്ങൾക്കൊന്ന് എനിക്ക് തരാമോ? ഒന്ന് അനക്കി മതി, പൊക്കെയൊന്നും വേണ്ട. എങ്കിൽ ഞാൻ വിശ്വസിക്കാം നിങ്ങൾക്ക് ആ മനുഷ്യ കഴിവിട്ടത് അള്ളാഹു എന്നുള്ള സത്യമാണ്. അക്കാര്യം യാതൊരു സംശയമില്ല. അവർ പ്രവാചകൻ അന്ത്യ നബി നാട്ടിക്കൂടെ മുഴുവൻ വെറും അനാചാരവും തെറ്റാണെന്നേ. എല്ലാ ജാതികളും ഉണ്ട്. ഇപ്പോൾ എന്താണ് മഷി ഒരു ഒരു പത്രം ഇറക്കാണ്. ആ പത്രം കലക്കി കുടിച്ചാൽ ബുദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞ് കലക്കി കുടിച്ച് 8-10 പേര് ഇപ്പോൾ ആഴ്ച കിടക്കുക മാസങ്ങളായിട്ട്. പ്രിന്റിങ് മഷി കാർബണിൻ്റെ വിഷമല്ലേ അത് വയലിലേക്ക്. എന്നാൽ ഇവരിത് വെടിവെച്ച് കൊല്ലാനോ അല്ലെങ്കിൽ ഒരു അകത്താക്കാൻ കൂടെ ഒരു നിയമമില്ലേ? ഒരു മനുഷ്യൻ്റെ ഇല്ലേ? അതിൽ മറ്റൊരു കാര്യം, നമ്മുടെ ദുഃഖകരമായ ഒരു കാര്യം പറയട്ടെ. ഇവർക്കൊക്കെ എന്തിനാണ് ദൈവം ഇത്രയും സമ്പത്തും സൗന്ദര്യവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്തത്? എവിടെ ഈ ദൈവവിശ്വാസം, എവിടെ ഈശ്വരവിശ്വാസം? 50 ലക്ഷം രൂപയ്ക്കുള്ള മാസം ശമ്പളം മാത്രം വാങ്ങുന്ന 50 ലക്ഷം രൂപ ശമ്പളം കൊണ്ട് എത്ര കൊണ്ട് വേറെയും കിട്ടും. അപ്പോൾ ഏത് 1 കോടി രൂപ മാസം വരുമാനമുള്ള ഒരു ഡോക്ടർ 77 വയസ്സായിട്ട് പേരിൽ ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് എന്താണ് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞത് ആത്മഹത്യ ചെയ്താണ് ആത്മഹത്യക്കുറിപ്പ്. അപ്പോൾ അത് അങ്ങനെയൊന്നും അല്ല എന്ന് വേറൊരു ചാനൽ പറയുന്നുണ്ട്. എന്തുകൊട്ടെ ഞാൻ ചോദിക്കട്ടെ, ഈ ഡോക്ടർ നിങ്ങൾക്ക് മനുഷ്യനാണ്, മനുഷ്യത്തുള്ളവരാണ്. ഡോക്ടറെ പറഞ്ഞിട്ട് എല്ലാ ആളും മരിച്ചു. ഇനിയുള്ള ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് അസുഖം വന്ന് ചികിത്സിക്കുക, എന്താ കുഴപ്പം? ലോകം മാത്രം നിങ്ങൾ ചികിത്സിക്കാം. 1 കോടി രൂപയുടെ മാസം വരുമാനം, ഔട്ട് ഹൗസ്, പിന്നെ ക്ലബ് ഹൗസ്, അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്. എത്ര സമ്പന്നൽ ജീവിച്ച നിങ്ങൾക്ക് ഒന്നുകൂടെ ജീവിതം കളയാതിരിക്കാൻ പാടില്ലായിരുന്നു. അവിടെ നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമല്ല, പണം മാത്രമുള്ളൂ. ഭൗതിക കള്ള ദൈവങ്ങൾ വിശ്വാസമുള്ളൂ. യഥാർത്ഥ വിശ്വാസിയാണുള്ളത്, യഥാർത്ഥ ഈശ്വര വിശ്വാസിയാണ് ക്രിസ്ത്യാനിയിലും മുസ്ലിമായാലും ഹിന്ദുവായാലും. അവർ എല്ലാം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്നതുകൊണ്ട് നല്ലതും ചീത്തയും ക്ഷമാപൂർവ്വം അനുഭവിച്ചിരിക്കും. അവർ ചെയ്യണ്ടേ? ഒരു ജീവൻ കളെ ഏത് പട്ടിക്ക് സാധിക്കും, ഏത് നായിക്ക് സാധിക്കും. പക്ഷേ അത് ഉണ്ടാക്കാൻ പറ്റുമോ? അതാണ് ഡോക്ടറുടെ. അതൊക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും? വരും തലമുറക്ക് മാതൃകയാണത്. 2500 പിന്നെ കിഡ്നി ഓപ്പറേഷൻ നടത്തിയ ആളാണ്, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയ ആളാണ്. അതൊക്കെ ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു ഓപ്പറേഷൻ വന്ന് നട്ടലിൽ നിന്ന് അസുഖം വന്നപ്പോൾ അത് മാറുന്നില്ല. ഇനി വയസ്സായി പഴയതുപോലെ ഷൈൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പഞ്ചായത്ത് നടക്കാൻ പറ്റില്ല എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഔട്ട് ഹൗസിൽ പോയി മരിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെ. ഇനി അതല്ല അദ്ദേഹത്തെ വേറെ ആരെങ്കിലും കൊലപ്പെടുത്തി, അതിനൊക്കെ തെറ്റ്, അതെല്ലാം അന്വേഷിക്കട്ടെ. അതൊരു സംഭവം. പിന്നെ ഞാൻ ഈ PC ജോർജ് ഇപ്പോൾ BJPയുടെ ആൾ ചെന്ന് പറഞ്ഞു പിന്നെ ഇരറ്റുപെട്ടെന്ന് വിട്ട് ഒരു ദേശീയ കാഴ്ച വിടാമാണ്. അദ്ദേഹത്തെ നിങ്ങൾ പ്രസിഡന്റാക്ക്, BJPയുടെ സംസ്ഥാന പ്രസിഡന്റാക്ക്, അതോട് തീരട്ടെ സാധനം. അപ്പോൾ PC ജോർജ് പോലോട് പറയാനുള്ളത്, എൻ്റെ ക്രിസ്തീയ സഭയുടെ ക്രിസ്തീയ നേതാക്കൾ, നിങ്ങൾ എന്നോട് മറ്റും തോന്നരുത്, എനിക്ക് യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുകൂലമാണ് എൻ്റെ ഭാഷ, എങ്കിലും ചിലപ്പോൾ തെറ്റ് തോന്നിയേക്കാം. എനിക്ക് ക്രിസ്തീയ സഭ അല്ലാത്ത മറ്റുള്ളവരോട് പറയാനുള്ള കാര്യം, ഈ സഭയെ നിങ്ങൾ ഒരിക്കലും തെറ്റായി കാണുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. കാരണം അവർ ആത്മീയത്തെക്കാൾ ഭൗതികത്തെ സ്നേഹിക്കുന്ന അവർ സമ്പത്ത്, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു സമുദായം ക്രിസ്തീയ സഭയാണ്. ഇതിലൊരു CPMൻ്റെ ഓഫീസ്, CPM ഒന്നുമല്ല. എത്ര 20 ലക്ഷം കോടി ഏക്കർ ഭൂമിയുണ്ട് ഇന്ത്യയിൽ തന്നെ. എത്ര 1000 കോടി രൂപയുടെ വരുമാന ദിവസം. ഇതിൽ ഒരു പൈസ പോലും ടാക്സ് കൊടുക്കുന്നില്ല. ഇവർ കണക്കെല്ലാം ബോധിപ്പിക്കുന്നത് സുഖമായിട്ട് പോപ്പിനാണ്, അല്ല ഇന്ത്യ ഗവൺമെൻറ് അല്ല. ഇവിടെ ദേവസ്വം ബോർഡുണ്ട്, വഖഫ് ബോർഡിന് എല്ലാം ഉണ്ട്. ക്രിസ്ത്യൻ സമുദായം ചർച്ച് ആക്ട് ഉണ്ടാക്കാൻ വേണ്ടി VR കൃഷ്ണയെ ചെയർമാനാക്കി വച്ചല്ലോ, അനങ്ങിയില്ല. അപ്പം ഇവരെ സംബന്ധിച്ച് ഇത്രയും കോടാനുകോടി സ്വത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത സഭയ്ക്കും സഭയുടെ ആൾക്കാർക്കും, ക്രിസ്ത്യാനികൾക്കല്ല ഉണ്ട്.
അപ്പം അതുകൊണ്ട് അവർക്ക് ആര് ഭരണത്തിൽ വരുമോ, ഇപ്പം ഞാൻ മുസ്ലിം ലീഗാണ് നാളെ ഭരണത്തിൽ വരുന്നെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിൽ ദളിതിൻ്റെ പാർട്ടികൾ വരുന്നെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യും. ഏത് കക്ഷി അധികാരത്തിലുണ്ടോ ആദ്യം അവർ സപ്പോർട്ട് ചെയ്യാനത് രാജാക്കന്മാരെ, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരെ, പിന്നീട് ഇപ്പോൾ കോൺഗ്രസ് മാറി BJPക്കാരെ. ഇനി BJPക്കാരുടെ കയ്യിൽ നിന്ന് അധികാരം മാറിയാൽ ഇപ്പോൾ ഒരു മുസ്ലിം ലീഗാണ് അല്ലെങ്കിൽ അതുപോലെ പാർട്ടികളിൽ അവർ സപ്പോർട്ട് ചെയ്യും. അവരെ സംബന്ധിച്ച് അധികാരത്തിന് പുറകെ പോകാതെ ഒരു രക്ഷയില്ല. അത്ര കണ്ട് സമ്പത്ത് കുന്നുകൂട്ടിയിരിക്കുക. ഒരു പൈസ നീതി കൊടുക്കണമെന്ന് ഇന്നലെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ടുഡേ, ഇത് മാർച്ച് 3 2020, ഒരു പൈസയും ടാക്സ് കൊടുക്കണമെന്ന് റിപ്പോർട്ട് കിട്ടും. ഒരു ഫീസില്ല, ഒരു ടാക്സ് ഇല്ല, ഒരു കണക്കില്ല, ഒന്നും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചർച്ച് ആക്ട് വീണമെന്ന് സമുദായത്തിൽ നിന്ന് മുഴവിളി കിട്ടുന്നുണ്ട്. എവിടെ കാഡ്ഗിൽ റിപ്പോർട്ട് എന്തോ ഒരു വ്യത്യാസം വേണ്ടില്ല. അവിടെ അപ്പോൾ എന്ത് കത്തിച്ച് നമ്മുടെ വനംവകുപ്പിൻ്റെ ഓഫീസ് കത്തിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്തെങ്കിലും കേസെടുത്തോ? കേസുണ്ടോ? ഏറ്റവും വലിയ സംഭവം വീടിന് തുറവത്തിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷൻ കത്തിച്ചില്ലേ, ആരെങ്കിലും കേസെടുത്തോ? അതാണ് അവരുടെ ബുദ്ധി. ഞാനവർ കുറ്റപ്പെടുത്തില്ല, അവരെ നമ്മൾ മാതൃകയാക്കേണ്ടവരാണ്. അവർ സമ്പത്ത്, അതേപോലെ സിനിമയിൽ പിന്നെ പോലീസ് ശല്യം ചെയ്തപ്പോൾ തൻ്റെ ഭാര്യ ഗർഭിണിയാക്കി അഭിനയിച്ച് രക്ഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞ പോലെ സഭയ്ക്ക് അവരുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള കഴിവുണ്ട്, പ്രാക്ടിക്കൽ ബുദ്ധിയുണ്ട്. ഇവിടെ മരമണ്ടന്മാരായ മുസ്ലിങ്ങൾ പണമുള്ളവർ, പണമില്ലാത്തവരും പറഞ്ഞില്ല. അവരെന്താ ചെയ്തത്? അതായത് ഈ അടുത്ത കാലത്ത് ഒരു ന്യൂനപക്ഷ സംഘടനയ്ക്ക് ട്രിവാൻഡ്രത്ത് 60 സെൻറ്റ് സ്ഥലം ഈ പിണറായി സർക്കാർ പതിച്ചു കൊടുത്ത്, SNDP കൊടുത്ത്, മറ്റു എത്ര ഏക്കർ കൊടുത്തത് ഈ മുസ്ലിം സമുദായത്തിന് 10 സെൻറ്റ് സ്ഥലം ഒരു പൊതുക്കാര്യത്തിൽ വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ മണ്ടന്മാരാണ്. ഞാനിവിടെ പറയാണ്. എന്ത് കാര്യം അറിയോ? ഇത് ആലപ്പുഴ കളക്ടറെ മാറ്റണമെങ്കിൽ ഇന്ന് ഈ അന്തപുര അല്ലാത്ത മറ്റേ ഒരു ദൈവമുണ്ട്, ആൾദൈവമാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് പിണറായി വിജയനോട് വിളിച്ചു പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പിണറായി വിജയൻ പേര് വെച്ചാൽ ആലപ്പുഴ കളക്ടർ മാറ്റും. ആദ്യം അവർ 10,000 ആൾക്കാരെ കൂട്ടി ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിലേക്ക് പോയേക്കണം ഒരു കളക്ടറെ മാറ്റാൻ. ഇതിനേക്കാൾ വലിയ മണ്ടത്തരം വേറെ ഉണ്ടോ? വേറെ എങ്ങനെ പറയാതിരിക്കും? രാവിലെ ഇതൊന്നും കേട്ടിട്ട് നമ്മൾക്ക് മിണ്ടായിരിക്കാൻ പറ്റുമോ? വൈകിട്ട് റേഡിയോയിൽ ഓതിക്കൊണ്ടിരുന്ന പിന്നെ അറബി എന്താണ് ഖുർആൻ പാരായണം രാവിലെ ആക്കിയതിൻ്റെ പേരിൽ ആഘോഷിച്ചാണ് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ, ഇത് കാന്തപുരത്തിൻ്റെ ആൾക്കാർ. നമ്മളിത് കണ്ടുകൊണ്ട് എങ്ങനെ സഹിക്കും? പറയാതിരിക്കുന്നതിനെയാണ്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ ഭ്രാന്ത് തോന്നുകയാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും ഈ മുസ്ലിം ലീഗ് ഞാൻ പറയും, നിങ്ങളെ പേരൊന്ന് മാറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അതല്ലേ നിങ്ങൾ കൊച്ചാകും? നിങ്ങൾ മാത്രമല്ല, അതിൻ്റെ പേരിൽ സമുദായം കൊച്ചാണ്. അപ്പോൾ ക്രിസ്തീയ സഭയെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. അവർക്കത് സമ്പത്തിൻ്റെ ഭരണം ആരാണോ അധികാരത്തിൽ കൂടെ പോയേ തീരും. അത് അവർ ചെയ്തെങ്കിൽ അവർക്ക് സമ്പത്ത് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. അതേക്കുറിച്ച് പറഞ്ഞാൽ 2 മണിക്കൂർ ഞാൻ പറഞ്ഞില്ല. മറ്റൊന്ന് എങ്ങനെ നമ്മൾ ഈ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഗുജറാത്തിലെ MP മാറി വിളിച്ച് സോണിയാഗാന്ധി ഉൾപ്പെടെ ആരും ഒന്നും ഇടപെട്ടില്ല. അവസാനം കത്തിച്ച് അയാൾ ഉൾപ്പെടെ 100-300 പേരിട്ട് കത്തിച്ച്. അതിൻ്റെ ദിനം വരുന്ന കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് ആരെങ്കിലും അതിനെ വാക്കിനെ കുറിച്ച് മിണ്ടിയോ? പിണറായി സഖാവ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹം അതൊന്ന് സൂചിപ്പിച്ചു മുഖ്യമന്ത്രി. അത് കണ്ട ശേഷമാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ് എന്തോ പറഞ്ഞു. അപ്പോൾ എങ്ങനെ വിശ്വസിക്കുക? ഗുജറാത്തിൽ 11-12% മുസ്ലിങ്ങൾ, അവിടെ ബാക്കി 88% പിന്നെ ഹിന്ദുക്കളാണ്. അതിൽ 12% ദളിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ അവിടെ പാർട്ടി പോകുമെന്ന് ചിന്തിക്കുന്ന ഈ കത്തോലിക്ക കോൺഗ്രസ് പിന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്കയും മിണ്ടുവോ? ഞാൻ പറഞ്ഞ കത്തോലിക്ക കോൺഗ്രസ് ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസ് വന്നതിന് ശേഷമല്ലേ ഈ 20% വരുന്ന മുസ്ലിം സമുദായത്തെ ഇത്ര കണ്ട് ഒതുക്കി നശിപ്പിച്ചോണ്ട്. നിങ്ങൾ 10% ജനസംഖ്യയിലുണ്ട് കേരളത്തിൽ. അതേസമയത്ത് 103% ദേശീയ ലെവലിലുള്ളത്. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്ര ചിന്തകളെ പോകുന്നത്, എത്ര ആൾക്കാർ ശ്രമിക്കുന്നത്. ഇന്ന് പ്രൊഫസർ മുഹമ്മദ് R. അഹമ്മദ് പ്രൊഫസറാണ്, ഊച്ചാളി കോൺഗ്രസ് അല്ല. അയാളത് CPM-ലേക്ക് പോയി. എന്താ കാരണം? നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന് കോൺഗ്രസ് വെച്ച യോഗ്യത അവരുടെ ഹസ്ബൻഡ് ഇറ്റലിക്കാരനാണെന്നുള്ളൂ. ആ ബന്ധപ്പേരിലാണ് അവർ ആ സ്ഥാനം കൊടുത്തത്. എന്നിട്ടിപ്പോൾ അവരോട് എന്താ നിങ്ങൾ നോക്കുന്നത്? ഈ 20% വരുന്ന മുസ്ലിം സമുദായത്തെ
40% വരുന്ന മുസ്ലിം സമുദായം കേരളത്തിൽ നിങ്ങൾ ഇങ്ങനെ അവഗണിച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഇന്ത്യ ഭരണം എഴുതാണ്? 20% ഇന്ത്യ ദേശീയ ലെവലിൽ. ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകം കൊടുക്കാമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, അത് പറയില്ല. പക്ഷെ എല്ലാവർക്കും കിട്ടും പോലെ തുല്യമായിട്ട് അവർ എല്ലാവർക്കും കിട്ടണം. അതിനകത്ത് ജനസംഖ്യാനുപാതി എന്ന് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ എത്ര മഹാരഥന്മാരിരുന്ന കസേരയാണ് ഈ AICC. മുസ്ലിങ്ങൾ ഒരാൾ അറിയപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ മുമ്പിൽ നിർത്താനുണ്ടോ? 1 or 2 ഒന്ന് കഴിഞ്ഞാൽ 2% ജനസംഖ്യയിലുള്ള കത്തോലിക്ക 1% ജനസംഖ്യയിൽ കത്തോലിക്ക കോൺഗ്രസ് ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത്. വേറെ അവർക്ക് ഹിന്ദു പാരമ്പര്യം എവിടെയുണ്ട്? പാർസി പാരമ്പര്യം വേണമെങ്കിൽ പറയാം, ക്രിസ്ത്യൻ പാരമ്പര്യം പറയാം, വേറെ എന്ത് പാരമ്പര്യം പറയാനുണ്ട്? ആ നിങ്ങൾ 85% അല്ലെങ്കിൽ 80% ഹിന്ദുക്കളുടെ പ്രതിനിധിയായിട്ട് വന്നാൽ നിങ്ങൾ ഭരിക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? അത് നിങ്ങളത് പാസ് ഒപ്പിക്കാൻ വേണ്ടി പിന്നെ ഇതർക്ക് ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണില്ലേ? ദേശീയ ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ആതിഥ്യം വേണം? അങ്ങനെയെങ്കിൽ ഈ 1% കത്തോലിക്ക കോൺഗ്രസ് കൊണ്ട് ഇന്ത്യയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പാരമ്പര്യം പറയുന്നത് ഞാൻ ഹിന്ദു ആണെങ്കിൽ ബ്രാഹ്മണനാണ്, ബ്രാഹ്മണങ്ങൾ ആ നിലക്ക് പോകണം. പ്രിയങ്ക ഗാന്ധി കൊണ്ട് വധേരെ കല്യാണം, റോബർട്ട് വധേരെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ പിന്നെ എന്ത് ക്രിസ്തു പാരമ്പര്യ ഹിന്ദു പാരമ്പര്യം പറയണ്ട്? നിങ്ങൾ അച്ഛനാര്, അച്ഛൻ്റെ അച്ഛനാര്? ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ഗാന്ധി എന്ന കുടുംബം എടുത്തതിന് തെറ്റ്. അത് ഗാന്ധി എന്ന കുടുംബം നെഹ്റുവിനെ നെഹ്റുവിന് എന്താ പോരായിക? നെഹ്റു കുടുംബം എന്താ പോരായിക? എന്നിട്ട് ആർക്കോ വേണ്ടി ഗാന്ധി എന്ന് കടമെടുത്ത് അത് BJP പറയുന്നല്ല ഇവിടെ. അവർ എതിർപ്പോട് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് ഈ പ്രസ്ഥാനം നശിക്കാതിരിക്കാൻ വേണ്ടി, കോൺഗ്രസ് പ്രസ്ഥാനം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. രാഹുൽ നശിക്കുക അല്ലെങ്കിൽ പ്രിയങ്ക നശിക്കാല്ല, കോൺഗ്രസ് പ്രസ്ഥാനം നശിക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ കാണുന്ന പുസ്തകത്ത് ആഴത്തിൽ കാണുന്നത്. ഇത് നശിപ്പിച്ചേ നിങ്ങൾ അടുങ്ങുള്ളൂ. ഇപ്പോൾ പറഞ്ഞല്ലേ പ്രൊഫസർ മുഹമ്മദ് BA എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ടു പോകുമോ? നിങ്ങളെന്താ ശ്രദ്ധിക്കാത്തത്? ജെഫ്രിയെ കുറിച്ച് നിങ്ങൾ ഒരു വാക്ക് വേണ്ടിയോ? അപ്പോൾ പറഞ്ഞ 11% ഉള്ളൂ. അതിൻ്റെ അങ്ങനെയാണെങ്കിൽ ഈ 20% ദേശീയ ലെവലിലുള്ള ഈ കോൺഗ്രസ് മുസ്ലിങ്ങളെ എങ്ങനെ കോൺഗ്രസ് നമ്പും? പറയൂ. നിങ്ങൾ ആകെ കേരളത്തിൽ കാണുന്നത്, കേരളത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യയിൽ 1/3 വേണമെങ്കിൽ അല്ലെങ്കിൽ 4/1 3/1 അനുഭവമുള്ള ലീഗിനെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ അതല്ല ഓക്കെ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഓക്കെ. എടോ അല്ലടോ മരമണ്ടന്മാരെ, ഇന്ത്യയിലും ഓക്കെയല്ല, കേരളത്തിലും ഓക്കെയല്ല. അങ്ങനെയാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പാലക്കാട് പോലെ കാസർഗോഡ് ഒരു 10-65 സീറ്റുണ്ടല്ലോ അസംബ്ലിയിലേക്ക്. അവിടെ എല്ലാം മുസ്ലിങ്ങളുണ്ട്, നല്ല ശതമാനം മുസ്ലിങ്ങളുണ്ട്. ഇവിടെ എന്ത് ചെയ്ത് നിങ്ങൾ 60 സീറ്റിൽ നിങ്ങൾ തന്നെ മത്സരിച്ചു, വേറെ ആരും മത്സരിച്ചാൽ അതിൽ എത്ര സീറ്റ് കിട്ടി അവിടുന്ന്? ഈ മുസ്ലിം ലീഗാണ് ശക്തമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടണ്ടേ? കിട്ടിയോ? അവിടെ മുസ്ലിങ്ങളല്ല, ലീഗല്ല, മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ കേവലം 1/3 മാത്രം അനുഭവമുള്ള മുസ്ലിങ്ങളുടെ അനുഭവമുള്ള ലീഗിനെ നിങ്ങൾ പിടിച്ചിട്ട് എല്ലാം ആക്കാമെന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ മണ്ടൻ വേറെ ഉണ്ടോ? ഞാൻ പറഞ്ഞ 2.5% വോട്ടാണ് ഈഴവനുള്ളൂ. ഈഴവർ കോൺഗ്രസ് കിട്ടുന്നത് വെറും 2.5. എന്നിട്ട് നിങ്ങൾ എത്ര ആൾക്കാരെ വളർത്തിക്കൊട്ടാൻ പറഞ്ഞു? ഓക്കെ. അതേപോലെ 40% മുസ്ലിങ്ങളിൽ 92% UDF അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തത്? എന്താ ശ്രദ്ധിക്കാത്തത്? പറയുടെ ഉത്തരം പറയൂ. അല്ല നിങ്ങൾ ഞഞ്ഞ പറഞ്ഞാലും ഭരണത്തിൽ കയറാൻ പറ്റില്ല. വോട്ട് പറഞ്ഞു. ഇന്നുകൂടി ആൾ പറഞ്ഞു. നമ്മുടെ അറബിക് സർവകലാശാല പറഞ്ഞപ്പോഴേ ഈ മണ്ടൻ മറ്റേ എന്താണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീർ സാഹിബും കുഞ്ഞാക്കായും എന്ത് കണ്ണടിച്ച് അത് മാണി വരട്ടി. മാണി ധനകാര്യമന്ത്രിയാണ്. മാണി പറഞ്ഞോ ഹിബ്രു യൂണിവേഴ്സിറ്റി അനുവദിച്ചാലേ 10 വയസ്സ് അനുവദിക്കുള്ളൂ, അല്ലെങ്കിൽ 10 വയസ്സ് അറബി സർവകലാശാല അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ പോയത്. ആ മാണി ആൾക്കാർ പിന്നെ കോൺഗ്രസ് വന്നിട്ടില്ല, ഇവിടെ UDF വന്നിട്ടില്ല. ഒരിക്കൽ കൂടി പറയാണ്, ആ മാണി മരിച്ചു, ആ മാണിയും ഈ ചാണ്ടിയും മരിച്ചുപോയി. ഈ കുഞ്ഞാക്കായൊന്നും പിന്നെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? 40% വരുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പഴയ ആളും ഇവിടെ LDF ഗവൺമെൻറ് ആലി മുഹമ്മദ് കുട്ടിയും ഒരു അറബിക് സർവകലാശാല തുടങ്ങാതെ ആ തീരുമാനം എടുത്തിട്ട് അതിനുശേഷം വന്ന് ഗവൺമെൻറ് UDF ആണ്. UDF ഗവൺമെൻറ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി ഈ ബഷീർ തന്നെയാണ്, ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീർ തന്നെയാണ്. ബഷീർ ഇപ്പം നിങ്ങൾ ചേർത്തിരിപ്പുണ്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് അറബിക് സർവകലാശാല തുടങ്ങിയില്ല? നിങ്ങൾ പറഞ്ഞേ തീരൂ. നിങ്ങളത് കേരള മുസ്ലിങ്ങളുടെ മുമ്പിൽ പറയാത്ത കാലം നിങ്ങൾ അസംബ്ലി കാണൂല. നിങ്ങളല്ലേ അസംബ്ലിയിൽ പാർലമെന്റ് പോണത്. നിങ്ങൾ കേരളത്തിൽ ഭരിക്കുന്നത് വരില്ല.
അത് മുല്ലപ്പള്ളി ആണെങ്കിലും ദാമോദരൻ ഏതാണെങ്കിലും നിങ്ങൾ പറയണം, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു തെറ്റ് പറ്റിയെന്ന് UDF നേതാക്കൾ പരസ്യമായിട്ട് ക്ഷമയല്ല, ഒരു എന്താ പറയുക, ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഒരു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കേരളം ഭരിക്കാന്ന് വിചാരിക്കണ്ട. ഇനി മുസ്ലിം ലീഗിന്റെ എൻപിളൊക്കെ 100% മുസ്ലിം വോട്ട് ചെയ്താലും 4-1 അല്ലെങ്കിൽ 3-1 മാക്സിമം. 1,10,00,000 വരുന്ന മുസ്ലിങ്ങളിൽ 3-1 35 വരുള്ളൂ. 35 ലക്ഷം ബാക്കി പോയിട്ട് എത്രയുണ്ട്? 85 ലക്ഷം അല്ലെങ്കിൽ 70 ലക്ഷം പുറത്ത് കിടക്കാണ്. 2 ഇരട്ടി വോട്ട് അവർ നിങ്ങൾക്ക് ചെയ്യില്ല. നിങ്ങൾ പരസ്യമായിട്ട് വന്ന് മലയാളത്തിൽ പറയണം. അറബിക് സർവകലാശാല തുടങ്ങാൻ തന്നെ അശ്രദ്ധ കാണിച്ചത് അല്ലെങ്കിൽ അത് എതിർത്തത് തെറ്റായി പോയി, ഇതൊരു പ്രസ്താവന നടത്തിയാൽ മതി, ക്ഷമയൊന്നും പറയണ്ട. അല്ലാതെ നിങ്ങൾ അസംബ്ലിയിൽ മന്ത്രിയാകാൻ വിചാരിക്കേണ്ട. മുഖ്യമന്ത്രി ആവില്ല, ഒരു മന്ത്രി ആവില്ല. കാരണം എന്താ പറയുക, എല്ലാവർക്കും നീതി ലഭിക്കണ്ടേ? ഈ സമുദായത്തിൽ നിങ്ങൾ അടിച്ചമർത്തല 20 കഴിഞ്ഞ് 1900 ഇതിനൊക്കെ ആദ്യം വെച്ച് 84. അപ്പോൾ 85 മുതൽ 15, 20, 40 വർഷമായിട്ട് ഈ അന്തോണിയൊക്കെയാണല്ലോ അവിടെ പോയിരുന്നത്. എന്താണ് മുസ്ലിം സമുദായം നിങ്ങൾ അവോയ്ഡ് ചെയ്തത്? ഒരു ഗുലാം നബി ആസാദുണ്ട്, എത്ര പെണ്ണുങ്ങളെ പുറത്താക്കി, ഓക്കെ. വേറെ എന്ത് പുതുമകൾ കൊണ്ടുവരാത്തത്? ഒരു ഷാഫി പറമ്പിൽ കൊണ്ടുവന്നു, ഷാഫിയുടെ പോരാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചു കൂട്ടാം. അതുപോലെ എന്തുകൊണ്ട് ദേശീയ ലെവലിൽ നിങ്ങൾ കൊണ്ടുവരാത്തത്? നിങ്ങൾ ഫസ്റ്റ് ചാൻസ് കൊടുക്കണം മുസ്ലിങ്ങൾക്കല്ലേ. കാരണം 20% ഉണ്ട് അവർ. രാഹുലിലെ 1% അല്ല ഉള്ളത്. അല്ലെങ്കിൽ മറ്റേ ഇതാൾ കൊണ്ട് ആസാം മുഖ്യമന്ത്രിയായിട്ട് KPMC അതൊക്കെ ഒരു 2% ഉള്ളൂ. ബ്രാഹ്മിൻസൊക്കെ 20% നിങ്ങൾ ഫസ്റ്റ് ചാൻസ് നിർത്തണ്ടേ? നിങ്ങൾ ഫസ്റ്റ് വേണ്ട, നിങ്ങളൊപ്പം വേണ്ട, തൊട്ടടുത്ത് സെക്കൻഡ് ചാൻസിൽ നിങ്ങൾ നിർത്തണ്ടേ? നിർത്തുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് എന്നിട്ട് നിങ്ങൾ ഇന്ത്യ BJP താഴെ ഇറക്കാന്നോ? ചിരിക്കാതെ എന്ത് ചെയ്യാനാ? അതുപോലെ നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ ഇന്ത്യൻ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അറിയൽ വായിക്കണം. ഞങ്ങൾ കഴിഞ്ഞ 60 വർഷം ലോക ചരിത്രവും ഇന്ത്യൻ ചരിത്രവും കേരള ചരിത്രവും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സമ്പാദിക്കല്ല. കഴിഞ്ഞ നീണ്ട 60 വർഷം ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന പുസ്തകങ്ങളെല്ലാം നിരന്തരം. കാരണം നമ്മൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാലേ, അല്ല വെളുപ്പിൽ 4 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 11 വരെ പഠനം ചിന്തയായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും അധികാരം നമ്മുടെ ലക്ഷ്യമല്ലെന്ന്. അധികാരം ലക്ഷ്യമല്ല. പിന്നെ എന്താ ഞങ്ങളുടെ ലക്ഷ്യം? ലക്ഷ്യത്തിലെത്താൻ മാർഗ്ഗങ്ങൾ ഒന്ന് മാത്രമാണ് അധികാരം. അതുകൊണ്ട് അധികാരം കിട്ടിയിരുന്നില്ല, അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾ പഠിക്കണം, വായിക്കണം. ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ്, ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലം, സാമുദായിക പശ്ചാത്തലം പഠിക്കണം. അംബേദ്കർ പുസ്തകം പഠിച്ചാൽ കുറച്ച് ദൂരം കിട്ടും. ബാക്കി പലരും സ്വാർത്ഥ താല്പര്യമായിട്ട് എഴുതിയേക്കാണ് അവനൊരു ഇഷ്ടപ്രകാരം. ഇതൊന്നും പറയാതെ കോൺഗ്രസ്സുകാർ വായിച്ചിട്ടുണ്ടോ? വായിക്കുന്നുണ്ടോ? വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കി അധികാരത്തിൽ കയറിയല്ലേ. ഞാൻ ഇത്രയും വിമർശനം പറയുന്നത് നിങ്ങൾ നന്നാകാൻ വേണ്ടിയത്. ഞാൻ എന്നെപ്പോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയേണ്ടത് ബാക്കിയാരും പറയില്ല. പറഞ്ഞാൽ അവർക്ക് എങ്ങനെയും നിന്നൊരു MLA ആവണം, കൂടിയത് മന്ത്രിയാവണം, മുഖ്യമന്ത്രി ആകണം കൂടി ആഗ്രഹമുണ്ട് ചിലർക്ക്. അല്ലാതെ ഒരു ആദർശം അവർക്കില്ല. എങ്ങനെയെങ്കിലും ഒരു MLA ആകാം, കഴിവെങ്കിലും ഒരു മന്ത്രിയാകാം, പിന്നെ കയ്യെന്നിലേക്ക് ഇപ്പോൾ 5-7 പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ മുഖ്യമന്ത്രിയാകാം, ആ ലിസ്റ്റിലും വരിക. അതല്ല, വേറെ ഒരു ആദർശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF ആൾക്കാർ ലീഗിനും ഇല്ല. ലീഗിനൊക്കെ ലക്ഷ്യം അധികാരം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ലക്ഷ്യമില്ല. ലീഗാണ് ഈ UDFനെയും കോൺഗ്രസിനെയും കൂടെ ചതിക്കുന്നത്. ഞാൻ പറയും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ആ മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ട്? മുസ്ലിം എന്ന വാക്കൊരു കുഴപ്പമില്ലെന്നേ. അതെന്ത് കുഴപ്പം? അതൊരു മതമാണ്, അത് ജാതിയുടെ പേരാ. അത് വയ്ക്ക്. നിങ്ങൾ പൊളിറ്റിക്സിൽ ഇറങ്ങുക, ദേശീയ കാഴ്ചപ്പാട് ചേർക്കുക. ഇന്ന് നിങ്ങൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടാം, ആർക്കും തടസ്സമില്ല. ഇപ്പോൾ കുഞ്ഞാക്ക് മുഖ്യമന്ത്രിയായിട്ട് ആർക്കും തടസ്സമില്ല. പക്ഷെ ആ മുസ്ലിം ലീഗിൻ്റെ ലേബലിലും ആ പേരിൽ വന്ന് വരുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ ആ പന്നിമാംസം പശുമാംസത്തെക്കുറിച്ച് നാളെ ഉദാഹരണം പറഞ്ഞു. ഇതിക്കുള്ളക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? അവിടെ ദയവ് ഇത് കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കൾ 10,000 കയറി കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. നിങ്ങൾ പരമാവധി ഒന്നുകൂടി ഷെയർ ചെയ്യും. ഇതൊന്ന് അറിയട്ടെ കാര്യം ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത്. ജനനന്മയ്ക്ക് വേണ്ടി അല്ല എന്നുള്ള അറിയട്ടെ. അതാണ് കുഴപ്പം. ഇന്നലെ പറഞ്ഞ് എന്തൊക്കെയോ പൊട്ടിത്തെറിക്കാനുള്ള പരിപാടി, അതൊക്കെ ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് പലരും ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നത്? ഞങ്ങൾ പരന്ന വായന, അവൾ മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു, ഫിലോസഫി കൈകാര്യം ചെയ്യുന്നു, ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നു. അപ്പോൾ ഉത്തരം കിട്ടും. വളരെ കറക്റ്റല്ലേ? വളരെ കറക്റ്റാണ്. പിന്നെ ഇപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച്
കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്ത് വിദ്യ അഭ്യസിക്കരുതെന്ന് വിദ്യ അഭ്യസിക്കരുത്, സാംസ്കാരികം വളരരുത്, പിന്നെ കഞ്ചാവിനും അടിമപ്പെട്ട് നിർജ്ജീവമായിരിക്കണം. ഞാൻ എൻ്റെ പഴയ ഓഫീസിൻ്റെ അവിടെ ഒരു ബിൽഡിംഗ് പണിയാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കന്നൂർ ബോഡി മെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ അതിർത്തിയാണ്. അത് കഴിഞ്ഞാൽ ബോഡി നായ്ക്കന്നൂർ പറയും. അവിടുത്തെ ആൾക്കാർ കറുത്തവരാണ്, ഈ അവിടുത്തെ ആദിവാസികളാണ് അല്ലെങ്കിൽ ദളിതരാണ്. അവർ വന്ന് പണിയാണ്. എന്താ പണിയെന്നറിയോ? രാവിലെ വന്ന് തുടങ്ങിയെടുക്കും, വൈകിട്ട് പോയി വെച്ച് വെള്ളം കടിക്കിടക്കും, പിറ്റേന്നും വരും. വേറെ യാതൊരു ചിന്തല്ല. എന്നാൽ അവരല്ലേ ഇന്ത്യയിലെ പൂർവികർ. ആ ദളിത് കൾച്ചറുള്ള അവരല്ലേ ആദിവാസികൾ. ആദിവാസികൾ എന്ന് പറഞ്ഞാൽ ആദിയിൽ വസിച്ചതെന്നാണ്. ഇതിൽ പൂർവികർ എന്ന് പര്യായം പറയാം. അതിൽ സംഘ് പേര് ഉപയോഗിക്കുമ്പോൾ ആദിവാസി അവർ ഉപയോഗിക്കില്ല, അവർ വനവാസി ഉപയോഗിക്കുള്ളൂ. വനവാസി ട്രസ്റ്റ് ഉണ്ട് അവർക്ക്, വനവാസി സ്കൂളുകൾ നടത്തുന്നുണ്ട്. വനവാസി വനത്തിൽ വസിക്കുന്നവർ അവർ അത്ര ഗ്രേഡുള്ളൂ. അവരൊന്നും ഒരിക്കലും ആദിവാസിയായിട്ട് നടക്കാൻ പറ്റില്ല. ആദിവാസി ഞങ്ങൾ തന്നെ, ഏത് കാശ്മീർ കടലിൽ നിന്ന് ഇറാനിൽ നിന്ന് വന്ന ഹിന്ദുക്കൾ എന്നാണ് ആര്യന്മാർ, അവരാണ് പൂർവികർ. അവർ പൂർവിക കാണുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അവർ അതിനെ വളച്ചൊടിക്കാനും അത് ചെയ്യാനും അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ ഐക്യു വളരെ കൂടുതലാണ്. അവർ ഈ പിന്നോക്കൻ്റെ ഐക്യു കൂടുതൽ കുറവാണ്. അത് പിന്നോക്കൻ്റെ ചിന്ത വരെയും പിന്നോക്കാവും. ഞാനിത് പറയാൻ ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. ഞാൻ ഈ രാഷ്ട്രീയ ദളിതകളുടെ കേരളത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് ലാലു പാട്ട് അന്ന് അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അരങ്ങിൽ ശ്രീധരൻ, പി വിശ്വംഭരൻ, കെ ഗോപാലൻ, മധുരി, സുവർണകുമാർ, അങ്ങനെയുള്ള ഒരുപടി പ്രബലന്മാർ, എന്നെക്കാൾക്ക് എത്രയോ മഹാന്മാർ അവരവിടെ ചെന്ന് ആ തണുപ്പത്ത് ദിവസത്തോളം ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ വന്ന് ഞാൻ കെ ഗോപാലൻ സാറിൻ്റെ പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റായിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തത്. ആ ലിസ്റ്റ് ഒരു മാസം കഴിഞ്ഞ് ലാലുജിയെ വന്നത്. രാത്രി പോലെ നമസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ 11 മണിയായി. നോമ്പ് കാലത്താണ് നിങ്ങൾ ഇതിൻ്റെ കേരളത്തിൽ പ്രസിഡൻ്റായിരിക്കുന്നത്. സന്തോഷം. അത് കഴിഞ്ഞ് പിറ്റേ ഞാൻ കെ ഗോപാൽ സാറോട് പറഞ്ഞു. അപ്പോൾ ഗോപാൽ സാർ പറഞ്ഞു, ഒരു പ്രാവശ്യം പറയൂ എന്നെ ഒന്നുകൂടി എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഒരു മാസമായി സാറിൻ്റെ മുൻപിൽ വെച്ചാൽ ഞാൻ കവറിൽ ഒപ്പിട്ട് കൊടുത്തത്. ഞാൻ വൈസ് പ്രസിഡന്റ്, താങ്കൾ പ്രസിഡന്റ്. പക്ഷേ ഇന്നത്തെ പോലെ അത്ര സൗകര്യമില്ല. ഈ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്, അത് 90-ൻ്റെ മുമ്പാണ്. അപ്പോൾ 90 അത് മുമ്പാണ്. അപ്പോൾ എന്താ വെച്ചാൽ എന്നെ ആക്കി അതേ സ്ഥാനത്ത് അന്ന് 27 എംപിമാരുടെ രാജ്യസഭയിലും ലോകസഭയിലും കൂടി. അതേ സ്ഥാനത്ത് ഇന്ന് ആ രാഷ്ട്രീയ ജനതാദളിലെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റ ശ്രേയസ് കുമാർ എത്ര ലക്ഷം മുടക്കിയാണ് അതിൻ്റെ പ്രസിഡന്റ് അറിയോ? എത്ര ലക്ഷം മുടക്കി, എത്ര ആൾക്കാരെ കൂട്ടി കോഴിക്കോട് ബീച്ചിൽ. അതിനുവേണ്ടി ഞാൻ അദ്ദേഹം പോയിട്ട് കണ്ടിട്ടുമില്ല. എന്നിട്ടും അദ്ദേഹം, കാരണം ബഹുജൻ സമാജ് പാർട്ടിയുടെ കീഴിൽ പിന്നെ നമ്മുടെ BSPയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ കാൻഷിറാമിൻ്റെ കൂടെ 15 വർഷം ചെയ്തു പറയുമ്പോൾ അത് മതി, പിന്നെ യോഗ്യത ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ ആക്കിയത്. അതിന് എന്നെ സഹായിച്ച ഒരു സ്വാമിയുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഒരു ബാലകൃഷ്ണാനന്ദ സ്വാമി എന്നൊരാൾ, അദ്ദേഹം ഡൽഹിയായിട്ട് ബന്ധമുള്ള എൻ്റെ വലിയ അഭ്യുതകാംക്ഷയാണ്. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നുള്ള ചിന്തിക്കാറ്. അദ്ദേഹത്തിന് സഹായം ഉണ്ടായിട്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും അങ്ങനെ ആയി. അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഉന്നത ജാതിപ്പെടാത്തതുകൊണ്ട് ഒന്നും സ്വാമിവാദം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതങ്ങനെ അത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു നിർത്തുക. എന്താണെന്നറിയോ, ഈ മദനി സാഹിബ് പരിശുദ്ധമായ റമളാൻ മാസം ഇന്ന് മദനി സാഹിബ് എന്തോ ഓപ്പറേഷൻ ഇതുപോലെ സീരീസ് അതിൽ മാസ് ഹോട്ടൽ എന്താ ബിൽഡിംഗ് പൊളിച്ചു. അതിൽ 118 മുറിയിൽ അന്ന് മദനി സാഹിബിന് ഒരു ഓഫീസുണ്ട്. ഒരു കസേരയുള്ള മേച്ച് ഓഫീസ്, പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് പോലെ അല്ല, പക്ക ഓഫീസല്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ VV രാജ്മോഹൻ തമ്പി എന്ന ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഞാൻ ജനറൽ സെക്രട്ടറി. അദ്ദേഹം IAS കാരനാണ്, ഡൽഹിയായിട്ട് ബന്ധമുള്ള. അദ്ദേഹം ഞാൻ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ മദനിയുടെ ബെഡിലെടുത്തിരുന്നു. അപ്പോൾ ഈ മദനി ഒരു പിന്നോക്ക ന്യൂനപക്ഷം പറഞ്ഞോളൂ പുള്ളി. അപ്പം ഞാൻ ചോദിച്ചു, 22% വരുന്നതിന് ദളിതുകൾ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ മുന്നിട്ടുണ്ടാക്കാൻ പറ്റും മദനി സാഹിബ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പിറ്റേ തന്നെ നോട്ടീസ് മാറ്റി പിന്നോക്ക ദളിത് ന്യൂനപക്ഷമാക്കി. അതാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അദ്ദേഹമൊക്കെ ഞാനൊക്കെ യോഗം കഴിഞ്ഞ് പോരുമ്പോൾ ഒരു 11 മണിയാക്കണം. അപ്പോൾ അവിടെ കൊല്ലം ജില്ലയുടെ അല്ല ആലപ്പുഴയുടെ ഭാഗത്ത് എക്കോ സിസ്റ്റത്തിൽ വലിയ ഇത് വെച്ച് പ്രസംഗിക്കുകയാണ്. ആർക്കാണ്? ശബരിമലയെക്കുറിച്ചൊക്കെ. ബ്രാഹ്മണൻ അവർ ഐക്യമുള്ള കൂടുതലേ. അവരെന്താ ചെയ്ത് എല്ലാം ശ്രദ്ധവർ കേട്ടുകൊണ്ട് ഇവനെ വിട്ടാൽ ശരിയാവില്ല എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ മുസ്ലിങ്ങൾ സമുദായം കൂടി, ക്രിസ്ത്യൻസിൻ്റെ വിഭാഗം കൂടി എല്ലാം കൂടി അദ്ദേഹം വന്ന് വലിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത്. ദളിതൊക്കെ ഒരുപടി വ്യത്യാസം വന്നതിന് അങ്ങനെയാണ് ഈ ആപ്പിലാക്കിയത്. യാതൊരു സത്യമില്ലാത്ത കാര്യത്തിൽ ജയിലിലിട്ട് ഇപ്പോൾ അദ്ദേഹമായിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ VV രാജ്മോഹൻ തമ്പി
ഇപ്പം ലണ്ടനിൽ ഒരു മദാമയായിട്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്. ആ വി രാജമോഹൻ തമ്പിയുടെ നമ്പർ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുണ്ടെങ്കിൽ അദ്ദേഹം നമ്പർ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.